തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 നവംബർ 25 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. എബ്രായർ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയും വിശുദ്ധ മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 18 മുതൽ 27 വരെയും തിരുവചനങ്ങൾ. വിശേഷാറ്റം പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. നമ്മുടെ ജീവിതത്തിന് കരുത്ത് പകരേണ്ടത് നാളെ ഉദ്ധിതാവസ്ഥ നമുക്കുണ്ട് എന്ന ബോധ്യമാണ്. ഒരു ഉയർപ്പ് നമ്മെ കാത്തിരിപ്പുണ്ട്. ക്രിസ്തുവിൽ വെളിപ്പെട്ട ഈ ഉദ്ധാനത്തിൻ്റെ ജീവിതത്തിലേക്ക് നാമും ഒരിക്കൽ പ്രവേശിക്കും എന്നൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നില്ലെങ്കിൽ ലൗകികതയെ അതിജീവിക്കാൻ നമുക്ക് കഴിയില്ല. പലപ്പോഴും ഈ ലോകത്തിലെ കാര്യങ്ങൾ നേടുന്നതാണെന്നും ഇവിടെ നിലനിൽക്കുന്നതാണെന്നും പ്രധാനമെന്നും നാം കരുതി വശാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഭൗമികവാസകാലത്തെ ജീവിതാവശ്യങ്ങൾ, ആർത്തികളൊക്കെ പ്രധാനപ്പെട്ടതായി മാറുകയും അവയ്ക്ക് വേണ്ടി നിരന്തരം കരയുകയും വിലപിക്കുകയും ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് ഗുണകരമായതെന്താണ്? നിത്യതയ്ക്ക് ഗുണകരമായതെന്താണ്? ഈ ഭൂമിയെ കഴിഞ്ഞ് ഒരു ജീവിതം നമുക്കുണ്ടോ? ഈ ശാരീരികതയ്ക്ക് അപ്പുറത്തേക്ക് നമുക്കൊരു പ്രവേശനമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഹൃദയത്തെ ഭരിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൽ നാം വിശ്വസിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. യേശുവിൻ്റെ ചരിത്ര ജീവിതകാലത്ത് ഈ സംശയം സദുക്കായർ ഉന്നയിക്കുന്നുണ്ട്. അതിനു മുൻപേ ജോബിൻ്റെ കാലം വരെ ഉദ്ധിതാവസ്ഥ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നില്ലല്ലോ. ഭൗമികതയിൽ അവസാനിക്കുകയാണ് ജീവിതം. അതിനുശേഷമാണെങ്കിലും ലോകത്ത് ഈ ഉദ്ധാനമുണ്ട്, സ്വർഗമുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു നേർത്ത പ്രതീക്ഷ മാത്രമാണ്. അവിടെ ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. അങ്ങനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു എന്നുള്ളത് ഒരു സങ്കല്പ കഥയായി മാത്രം കരുതിയിരുന്ന ഒരു ജനസാമാന്യത്തിൻ്റെ മധ്യത്തിൽ വെച്ചാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഉദ്ധാനമുണ്ട്. ഈ ഉദ്ധാനത്തെ ലക്ഷ്യം വെച്ചാണ് നാം ജീവിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലൂടെ ക്രിസ്തു കടന്നു പോകുന്നത് ഉദ്ധാനത്തിലേക്കാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ സഹന വഴിയെ യേശു ഒരു ഗൗരവതരമായ കാര്യമായിട്ട് എടുക്കുന്നില്ല. താൻ പോകുന്നത് സഹനത്തിൻ്റെ വഴിയിലേക്കാണ്, താൻ പോകുന്നത് കുരിശുമരത്തിലേക്കാണ്, അവിടെ അർപ്പിക്കപ്പെടുകയാണ് എന്ന് ബോധ്യമുള്ളപ്പോഴും താൻ പോകുന്ന വഴിയെക്കുറിച്ച് നിശ്ചയമുള്ളതുകൊണ്ട് ആ വഴിയെ എതിർത്ത് പോകാൻ, വഴി മാറിപ്പോകാൻ ക്രിസ്തു തയ്യാറാകുന്നില്ല. ക്രിസ്തു പൗലോസിൻ്റെ ജീവിതം നോക്കുമ്പോൾ നമുക്കത് കാണാം. ജെറുസലേമിലേക്ക് പോയാൽ അത് നാശമാണ് എന്നറിയാം, പക്ഷേ ആ വഴിയെ പോകാൻ മടി കാണിക്കുന്നില്ല. വിശുദ്ധാത്മാക്കൾ അങ്ങനെ പോയവരാണ്, ശ്രീഹന്മാർ അങ്ങനെ പോയവരാണ്, രക്തസാക്ഷികൾ അങ്ങനെ പോയവരാണ്. ഈ ക്ലേശങ്ങളുടെ വഴിയെ പോകുന്നത് അപകടകരമല്ല, അല്ലെങ്കിൽ ഗുണകരമാണ്, ഒരു ഉദ്ധാനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത് എന്നൊരു ബോധ്യം നമ്മെ നയിച്ചാൽ നിശ്ചയമായും ജീവിതം ഗുണപ്പെടും. അതുകൊണ്ട് സദുക്കായർ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: 7 സഹോദരന്മാർ, അതിൽ മൂത്തയാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു, അയാൾ മക്കളില്ലാതെ മരിക്കുന്നു, രണ്ടാമൻ അവളെ സ്വീകരിക്കുന്നു, അങ്ങനെ 7 പേരും. അവസാനം ഈ സ്ത്രീയും മരിക്കുന്നു. സ്വർഗത്തിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയായിരിക്കും? ഭൗമിക ജീവിതത്തെ പരമമായി കാണുന്ന ഒരാളുടെ സംശയമാണത്. കാരണം ഇവിടെയുള്ള ഈ ജീവിതത്തിൻ്റെ അതേ തുടർച്ച തന്നെയാണ് അപ്പുറത്ത് പോയിട്ടുണ്ടാകുക എന്നുള്ളതാണ്. ചിലരൊക്കെ വലിയ ഭക്തി പറയുന്നൊരു കാര്യം കേട്ടിട്ടുണ്ട്, അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ കാണാൻ പറ്റുമെന്ന് എന്തുറപ്പാണത്? ക്രിസ്തു പറയുന്നുണ്ട് അങ്ങനെയല്ല, അവിടെ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും, അവിടെ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയില്ല. എന്നിട്ട് ഈശോ പറയുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? എന്താണ് തെറ്റ്? ഈ ഭൗമികതയുടെ ഒരു തുടർച്ചയാണ് സ്വർഗീയ ജീവിതം എന്ന ചിന്തയാണ്. അല്ലെങ്കിൽ ഈ ഭൂമിയിലെ പോലെ തന്നെയാണ് വിവാഹം കഴിക്കുകയും കൊടുക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് സ്വർഗത്തെ കരുതുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്വർഗത്തെ ഒരു തെറ്റായ ധാരണയെ കരുതി വയ്ക്കുകയാണ്. ദൈവസന്നിധിയിൽ എല്ലാവരും ജീവിക്കുന്നവരാണ്. മോശയോട് മുൾപ്പടർപ്പിൽ വെച്ച് ദൈവം പറയുന്നുണ്ടല്ലോ, ഞാൻ അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ പറ്റണം, ജീവിക്കുന്നവരാണ് ദൈവസന്നിധിയിൽ മരണമടഞ്ഞവരായിട്ട് ആരുമില്ല. അപ്പം അങ്ങനെ ദൈവസന്നിധിയിൽ നമുക്കൊരു ജീവിതമുണ്ട് എന്നൊരു ബോധ്യമുണ്ടാകുമ്പോൾ ആ ജീവിതം ഭൗമിക സാമാന്യതയ്ക്കനുസരിച്ചല്ല, ദൂതന്മാർക്ക് സമാനമായൊരു ജീവിതമാണ് എന്ന് ക്രിസ്തു പഠിപ്പിക്കുകയാണ്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൻ്റെ സാമാന്യ താല്പര്യങ്ങളുടെ ഒരു തുടർച്ചയായി ഭൗമികവാസത്തിനപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നതെന്ന് കരുതുന്നത് തികച്ചും മൗഢ്യമാണ്. അതുകൊണ്ട് ചിന്തിക്കേണ്ട വിഷയം ഇതാണ്: ഈ ഭൂമിയിലെ ഈ ഭൗമിക ജീവിതത്തിൻ്റെ സാമാന്യതകളെ ലംഘിച്ച് മുൻപോട്ട് പോകാൻ കഴിയുമ്പോഴാണ് സ്വർഗീയ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുക. അത് ഈ ഭൂമിയിൽ തന്നെ നമുക്ക് ആരംഭിക്കാൻ കഴിയും. നമ്മളെ ഭാരപ്പെടുത്തുന്നവ എന്താണ്? നമ്മെ ഭാരപ്പെടുത്തുന്നത് ഈ ഭൂമിയിലെ സാമാന്യതയാണ്. അതായത് വസ്തുക്കളാകാം,
താല്പര്യങ്ങളാകാം, ഇഷ്ടങ്ങളാകാം, ബന്ധങ്ങളാകാം. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കുറേ അറ്റാച്ച്മെൻറ്റ്സ് നമുക്കുണ്ട്. നമ്മൾ തന്നെ എല്ലാമായിട്ട് ബന്ധിതരായിട്ടുണ്ട്. നമ്മളൊന്നും ബന്ധിതരാക്കുന്നതല്ല, നമുക്ക് എല്ലാറ്റിനോടും ഒരു പ്രിയം വളർന്നിട്ടുണ്ട്, ഒരു മമത വളർന്നിട്ടുണ്ട്. ഈ മമതകളെ ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കുമ്പോഴാണ് ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവപ്പെടുക, സ്വർഗീയമായ സ്വാതന്ത്ര്യം. ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പരമപൂർത്തീകരണമാണ് ഈ ഉദ്ധാനത്തിൽ നാം അനുഭവിക്കുന്നത്. അവിടെ ദൈവദൂതന്മാർക്ക് സമാനമായ ഒരു ജീവിതം, ദൈവസന്നിധിയിലുള്ള ജീവിതം നമ്മെ കാത്തിരിപ്പുണ്ടെന്ന് വചനം പറയാം. പ്രവാചകന്മാരിലൂടെ പലപ്പോഴായി വെളിപ്പെട്ടൊരു കാര്യത്തിൻ്റെ സമ്പൂർണ്ണതയാണ് ക്രിസ്തു വെളിപ്പെടുത്തുക. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. ഇപ്പോൾ മോശയുടെ കാലത്ത് മോശ മുൾപ്പടർപ്പിൽ ദൈവത്തെ കണ്ടപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമായിട്ടാണല്ലോ നിയമത്തിൻ്റെ പുസ്തകം പറയുന്നത്, ഞാൻ അബ്രഹാത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണെന്ന്. പ്രവാചകന്മാർ പലവട്ടം ഇതൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ഈ വചനം അതിൻ്റെ ആഴത്തിൽ ബോധ്യമാകാതെ വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ തന്നെ അയക്കുന്നു. വചനമായ പുത്രൻ അത് വെളിപ്പെടുത്തുകയാണ്. അവസാന നാളുകളിൽ ഈ പുത്രൻ്റെ വെളിപ്പെടുത്തലിലൂടെയാണ് നമുക്കിത് ലഭിക്കുക. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവരാജ്യം വാക്കുകൊണ്ടുള്ളൊരു ദൈവരാജ്യമല്ല, അതൊരു ജീവിത പ്രവർത്തന വഴിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെട്ടത്. അതുകൊണ്ട് പിതാവിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ക്രിസ്തു തൻ്റെ സാമാന്യ ബന്ധങ്ങളെ, ദൈവമായിരിക്കാനുള്ള അവകാശത്തെ എല്ലാം ഉപേക്ഷിച്ച് മനുഷ്യത്വത്തിലേക്ക് വരുന്നു. മനുഷ്യത്വം ഉപേക്ഷിച്ച് നമുക്ക് ദൈവത്വത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് ജീവിതം കൊണ്ട് വരച്ചു കാട്ടുകയാണ്. മാത്രമല്ല, ജീവിതത്തിൻ്റെ സഹന നിമിഷങ്ങളെ, ക്ലേശങ്ങളെ എല്ലാം ക്രിസ്തു നേരിടുന്നത് ഒരു ഉദ്ധാനം തനിക്ക് സംഭവിക്കും എന്നൊരു ഉറപ്പിലാണ്. ആ ഉദ്ധാനത്തെക്കുറിച്ചുള്ള പരിപൂർണമായ ബോധ്യത്തിൽ ക്രിസ്തു എപ്രകാരമാണോ ജീവിച്ചത്, ക്രിസ്തു എപ്രകാരമാണോ ആ ഉദ്ധിതൻ്റെ ജീവിതം നമുക്ക് വെളിപ്പെടുത്തി തന്നത്, അതനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. അപ്രകാരം ജീവിതം നയിക്കാനാണ് ഭൗമികമാസകാലത്തെ ജീവിതാനുഭവങ്ങൾ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. ഈ ലോക സാഹചര്യങ്ങൾ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. ഭാരങ്ങളകന്ന ഒരു ജീവിതം നയിക്കാൻ, ലോക സാമാന്യതകളെ വിട്ടുപേക്ഷിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ, സ്വർഗത്തെ പ്രതീക്ഷയാക്കിയ ഒരു ജീവിതം നയിക്കാൻ. അവിടെ ഈ ഭൗമികതയുടെ സാമാന്യ താല്പര്യങ്ങളല്ല നമ്മെ നയിക്കേണ്ടത്. സ്വർഗത്തിൽ മാലാഖമാരോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നവരായി ജീവിക്കാൻ. അപ്രകാരം ഒരു പരിപൂർണ സ്വാതന്ത്ര്യത്തിൻ്റെ, ഭൗമികവാസകാലം നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളുടെയും പരിമിതികളുടെ അപ്പുറത്തേക്ക് കടന്നുള്ളൊരു ജീവിതത്തെക്കുറിച്ച് ഗാഢമായി നാം ധ്യാനിക്കേണ്ടതുണ്ട്. ഹൃദയത്തിലൊരു ബോധ്യമായി നിലനിർത്തേണ്ടതുണ്ട്. ഈ ഒരു ബോധ്യം നിലനിൽക്കുമ്പോൾ, ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധം ഹൃദയത്തിനകത്ത് നിലനിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ ലളിതമാക്കാൻ പറ്റും. സൗഖ്യപൂർണ്ണമായിട്ട് നമുക്ക് അനുഭവപ്പെടും, സമാധാനപൂർണ്ണമായിട്ട് അനുഭവപ്പെടും. വിശുദ്ധേറ്റവും പ്രിയപ്പെട്ടവരെ, ഉദ്ധിതനോടൊപ്പം മഹത്വത്തിൽ പ്രവേശിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളത്. ആ മഹത്വത്തിൻ്റെ ജീവിതത്തിന് ഈ ഭൂമിയുടെ സാഹചര്യങ്ങളിൽ തന്നെ ആരംഭം കുറിക്കാൻ ദൈവം നമുക്ക് തന്ന സഭാത്മകമായ ജീവിതത്തെ, കൗദാശിക അർപ്പണങ്ങളെല്ലാം ബലമതിപ്പോടെ കാണാം. ചുറ്റുപാടുകളെ അപ്രകാരം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.